അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നിന്ന് മൂത്രമൊഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് പലപ്പോഴും പല സുഹൃത്തുക്കളും ചോദിക്കുന്നത്, നിന്ന് മൂത്രമൊഴിക്കുന്നത് ഹറാമാണോ കറാഹത്താണോ എന്ന് ചോദിക്കാറുണ്ട്. നാം മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമിക പ്രമാണങ്ങൾ പരിശോധിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരത്തിൽ നജസ് വീഴാത്ത രൂപത്തിലാണ് മൂത്രമൊഴിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ നിന്ന് മൂത്രമൊഴിക്കുമ്പോൾ തെറിച്ച് സ്വന്തം ശരീരത്തിലേക്ക് മൂത്രം വീഴാനുള്ള സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് പ്രവാചകൻ ഇരുന്ന് മൂത്രമൊഴിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അധികവും ഇരുന്നാണ് മൂത്രമൊഴിച്ചത്. കാരണം നജസ് ശരീരത്തിൽ, മാലിന്യം ശരീരത്തിൽ തെറിച്ച് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്. ഹദീസുകൾ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസ്, മൻ ഹദ്ദസകും അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യബൂലു ഖായിമൻ, നിങ്ങളോട് ആരെങ്കിലും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നാണ് മൂത്രമൊഴിച്ചത് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഫലാ തുസദ്ദിഖൂഹു, നിങ്ങളത് വിശ്വസിക്കരുത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ കാന യബൂലു ഇല്ലാ ഖായിദൻ, പ്രവാചകൻ ഇരുന്നല്ലാതെ മൂത്രമൊഴിച്ചിട്ടില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അധിക സമയവും ഇരുന്നാണ് മൂത്രമൊഴിച്ചിരുന്നത് എന്ന് കൃത്യമായി ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇരുന്ന് മൂത്രമൊഴിക്കുന്ന പക്ഷം അദ്ദേഹത്തിന് മൂത്രം മുഴുവനും വാർന്നു പോകാത്ത സാഹചര്യമോ അല്ലെങ്കിൽ ശരീരത്തിലാകുന്ന സാഹചര്യമോ ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മൂത്രമൊഴിക്കുന്ന സ്ഥലം മലിനമാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം നിന്ന് മൂത്രമൊഴിക്കുന്നത് കൊണ്ട് വിരോധമുള്ള കാര്യമല്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന മറ്റൊരു സംഭവം നമുക്ക് കാണാൻ കഴിയും. ഹുദൈഫ റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. അത്ത നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബാത ഖൗമിൻ ഫബാല ഖായിമൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സമൂഹത്തിന്റെ ഇടയിലൂടെ പോയപ്പോൾ അവിടുത്തെ മാലിന്യമുള്ളൊരു പ്രദേശത്തെത്തി. ആ അഴുക്കുകൂനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂത്രമൊഴിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഇരിക്കാൻ പറ്റാത്ത സാഹചര്യമായപ്പോൾ ഫഖായിമൻ, നിന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫബാല ഖായിമൻ, നിന്നുകൊണ്ട് മൂത്രമൊഴിച്ചു എന്ന് പറയുന്ന റിപ്പോർട്ട്. സുമ്മ ദഅ ബിമാഇൻ, പിന്നെ വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയും ഫജിഅതുഹു ബിമാഇൻ ഫതവല്ലഅ, വെള്ളം കൊടുക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൃത്തിയാക്കിയ ശേഷം ഒന്നുവെടുക്കുകയും ചെയ്തു എന്ന് പറയുന്ന റിപ്പോർട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇരുന്ന് മൂത്രമൊഴിക്കാൻ പറ്റാത്ത സാഹചര്യമോ ഇരുന്ന് മൂത്രമൊഴിക്കാൻ പറ്റാത്ത ചുറ്റുപാടോ ആണെങ്കിൽ അയാൾക്ക് നിന്ന് മൂത്രമൊഴിക്കാവുന്നതാണ്. എന്നാൽ ഒരാൾ നിന്ന് മൂത്രമൊഴിച്ചു എന്ന് വെച്ചിട്ട് ഹറാമോ ചെയ്തു എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം പ്രവാചകനിൽ നിന്ന് രണ്ട് രൂപത്തിലും ഹദീസുകൾ വന്നിട്ടുണ്ട്. ഏറ്റവും ഉത്തമവും പ്രവാചകൻ അധികവും ചെയ്തിട്ടുള്ളതും ഇരുന്ന് തന്നെയാണ്. കാരണം മാലിന്യം ശരീരത്തിൽ നിന്ന് മൂത്രമൊഴിക്കുന്നതിനേക്കാൾ ഇരുന്ന് മൂത്രമൊഴിച്ചാൽ കുറച്ച് മാത്രമേ തെറിച്ച് വീഴുകയുള്ളൂ. പക്ഷേ നിന്ന് മൂത്രമൊഴിക്കുമ്പോഴാണ് ഒരുപാട് മാലിന്യങ്ങൾ തെറിച്ച് വീഴാൻ ചാൻസ് ഉള്ളത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന് മൂത്രമൊഴിക്കാൻ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.